بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد صلاة سلاما على المصطفى മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മഅൽ ആലി വസ്വഹബി അഹ്ലി സ്വഫ അവിടുത്തെ ബന്ധുക്കൾക്കും മുത്തുനബിയുമായി ബന്ധമുള്ളവർക്കും ശുദ്ധരായ അനുചരന്മാർക്കും സ്വഹാബത്തിനും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും രക്ഷയും പ്രകീർത്തനവും ഉണ്ടായിരിക്കട്ടെ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ലദിക്റുൽ ഹബീബി ലിറൂഹി നഷാത്ത് വലൗലാഹു ലംബത്ത മിന്നിന്നിയാത്ത്. ഒരു മുഹിബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന, മഹബത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന, അവിടത്തോട് മനസ്സിൽ നിറയെ ആദരവും തഅലീമും കൊണ്ടു നടക്കുന്നൊരു മുഹിബിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ആ മുഹിബിന് പറയാനുള്ളത് ലദിക്റുൽ ഹബീബി ലിറൂഹി നഷാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കൽ, അവിടുത്തെ ഓർക്കൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയൽ ലിറൂഹി നഷാ. എൻ്റെ ആത്മാവിനത് വലിയ ഊർജം നൽകുന്നു, എൻ്റെ ആത്മാവിനത് ഉന്മേഷം നൽകുന്നു. ആത്മാവിന് ഊർജം നൽകുന്നത്, ഉന്മേഷമുണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കുമ്പോഴാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യുമ്പോഴാണ്, അവിടത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ്. വലൗലാഹു ലംബത്ത മിന്നിന്നിയാ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ ഓർക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ മദ്ഹ് തീരെ പറയുന്നില്ലെങ്കിൽ, വലൗലാഹു അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനവും അവിടുത്തെ പരാമർശവും അവിടുത്തെ സ്മരണയുമില്ലെങ്കിൽ, ലംബത്ത മിന്നിന്നിയാ, എൻ്റെ ഹൃദയ ഞരമ്പുകൾ പൊട്ടിപ്പോകുമായിരുന്നു. എൻ്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിലൂടെയാണ്. ആ മദ്ഹ് നിലച്ചു പോയാൽ, ആ മദ്ഹ് സ്മരണ നിന്നുപോയാൽ എൻ്റെ ഹൃദയ ഞരമ്പുകൾ അത് നിശ്ചലമായി പോവും, അതിൻ്റെ പ്രവർത്തനമില്ലാതെയായി പോവും, അറ്റാക്ക് സംഭവിക്കും. ബിദിക്റാഹു യസ്കുൽ ഫുആദു സ്വദീ. ബിദിക്റാഹു യസ്കുൽ ഫുആദ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കുന്ന കാരണത്താൽ യസ്കുൽ ഫുആദ്, ഹൃദയം വിശുദ്ധമാകും. അസ്സദീ, കറ പിടിച്ച ഹൃദയം. സദി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കറ പിടിക്കുന്നതിനാണ് സദി എന്ന് പറയുക. ഇരുമ്പ് നുരുമ്പിപ്പോകുമല്ലോ, കറ പിടിച്ചു പോകുമല്ലോ, അങ്ങനെ കറ പിടിക്കുന്നതിനാണ് സദി എന്ന് പറയുക. ഹൃദയത്തിൽ ചില കറ വരാനുണ്ട്. ഇരുമ്പ് കറ പിടിക്കുന്നത് പോലെ പാപങ്ങളെ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഹൃദയത്തിന് കറ പിടിക്കും. ആ കറ പിടിച്ച ഹൃദയം വിശുദ്ധമാവാൻ, സംസ്കരിക്കപ്പെടാൻ ഉള്ള വഴി അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കലാണ്. ആ സ്മരണ ഒന്നുകിൽ മദ്ഹിലൂടെ സ്മരിക്കുക, അല്ലെങ്കിൽ സ്വലാത്തിലൂടെ സ്മരിക്കുക, അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ച് പഠിക്കുക, ആലോചിക്കുക. ബിദിക്റാഹു യസ്കുൽ ഫുആദു സ്വദീ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവിടുത്തെ സ്മരിക്കലിലൂടെ കറ പിടിച്ച ഹൃദയം അത് സംസ്കരിക്കപ്പെടും. വകാനത് ഇലല്ലാഹി മിൻഹുർ റിബാത്ത്. മാത്രമല്ല അതുവഴി അള്ളാഹുവിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. കാരണം അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാനുള്ള ഏക പിടിക്കയർ, അള്ളാഹുവിലേക്ക് ബന്ധിക്കാനുള്ള, അള്ളാഹുവിലേക്ക് ചെല്ലാനുള്ള, എത്താനുള്ള ഏക ഡോറ്, വഴി, അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഡോറിൽ മുട്ടാതെ, ആ ഡോറിൽ എത്താതെ
ഒരിക്കലും അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ, അള്ളാഹുവിലേക്ക് എത്താൻ കഴിയൂല. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അതോടൊപ്പം വകാനത്ത് ഇലല്ലാഹി മിൻഹുർ റിബാത്ത്, അതുവഴി അള്ളാഹു തആലയിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഒരു മുഹിബ്ബിനിക്ക്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അള്ളാഹുമായി കണക്ഷൻ ലഭിക്കും. ലഖദ് ഖാബ മൻ അദ്ദ ദിക്റൽ ഹബീബി ഇസ്മൻ വഫിൽ ഇസ്മി മിൻഹുൻ ഖിറാത്ത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിലൂടെ എല്ലാം നേടാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നതും മൗലിദ് പാരായണം ചെയ്യുന്നതുമെല്ലാം അത് ബിദ്അത്താണ്, മതത്തിൽ കടത്തിക്കൂട്ടപ്പെട്ട അനാചാരമാണ്, അതിലൂടെ വലിയ തെറ്റാണ് പ്രവർത്തിക്കുന്നത്, അത് വൻ കുറ്റമാണ് എന്നൊക്കെ പറയുന്ന, വാദിക്കുന്ന ചില തൽപര കക്ഷികളുമുണ്ട്, ചില അബദ്ധവാദികളുമുണ്ട്. അവരെക്കുറിച്ചാണ് ഈ വരിയിൽ പറയുന്നത്. അവരുടെ വാദം ഒരിക്കലും ശരിയല്ല. ലഖദ് ഖാബ മൻ അദ്ദ ദിക്റൽ ഹബീബി ഇസ്മൻ വഫിൽ ഇസ്മി മിൻഹുൻ ഖിറാത്ത്. ലഖദ് ഖാബ, തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. മൻ അദ്ദ ദിക്റൽ ഹബീബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം, ആ പ്രകീർത്തനത്തെ ഗണിച്ചു, ഇസ്മൻ, അത് കുറ്റമായി ഗണിച്ചവർ. മുത്തുനബിയുടെ മദ്ഹ് പറയുന്നത്, അവിടുത്തെ സ്മരിക്കുന്നത് അത് ബിദ്അത്താണ് എന്നും ദുരാചാരമാണെന്നും തെറ്റാണെന്നുമൊക്കെ കണക്കൂട്ടുന്ന ആളുകൾ അവർക്ക് വലിയ അബദ്ധമാണ് സംഭവിച്ചത്. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വഫിൽ ഇസ്മി മിൻഹുൻ ഖിറാത്ത്, സത്യത്തിൽ അവൻ്റെ ആ വാദമുണ്ടല്ലോ, ആ വാദത്തിലൂടെ അവൻ യഥാർത്ഥത്തിൽ തെറ്റിൽ, വൻ കുറ്റത്തിൽ അവൻ വീണുപോയിരിക്കുന്നു. അവൻ തെറ്റിന്റെ, കുറ്റത്തിന്റെ ഗർത്തത്തിൽ അവൻ വീണുപോയിരിക്കുന്നു. വഫിൽ ഇസ്മി മിൻഹുൻ ഖിറാത്ത്, അവൻ അബദ്ധത്തിന്റെ, കുറ്റത്തിന്റെ, തെറ്റിന്റെ ഗർത്തത്തിൽ വീണുപോയിരിക്കുന്നു. അങ്ങനെ വാദിക്കുന്നവർ. കാരണം എന്താ? ബല, ആ പറഞ്ഞത് ശരിയല്ല. ഇന്ന മദ്ഹൻ നബിയിൽ കരീം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, നബി തങ്ങളുടെ പ്രകീർത്തനം, മദ്ഹ് പാരായണം, അംനുൻ, അത് സുരക്ഷയാണ്. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിപത്തുകളിൽ നിന്നും, മുസീബത്തിൽ നിന്നും, ആഫാത്തിൽ നിന്നും, ബലായിൽ നിന്നും സുരക്ഷ നൽകുന്ന കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പതിവായി കൊണ്ടു നടക്കുന്നത്. നാം പലപ്പോഴും പറയാറുണ്ട്, മുത്തുനബിയുടെ മദ്ഹ്, സ്വലാത്ത് പതിവാക്കുന്നവർക്ക് സിഹ്ർ വരെ തട്ടുകയില്ല. അത്രത്തോളം സുരക്ഷയുള്ള ഒരു സംഭവമാണ്, സൽക്കർമ്മമാണ് മദ്ഹ് ചെയ്യുക എന്ന് പറയുന്നത്. അംനുൻ, ദുനിയാവിലും അത്, മുത്തുനബിയുടെ മദ്ഹ് ദുനിയാവിലും സുരക്ഷയാണ്, ആഖിറത്തിലും സുരക്ഷയാണ്, വലിയ സുരക്ഷയാണ്. വ ഫൗസുൻ, അത് വലിയ വിജയവുമാണ്. എല്ലാ മേഖലയിലും വിജയിക്കാൻ കഴിയും മദ്ഹിലൂടെ. വ നൂറു സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ പോകുന്ന സമയത്ത് മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നത് സിറാത്ത് പാലം കടന്നിട്ടാണ്. ഒക്കെ എല്ലാ മുഅ്മിനീങ്ങളും അല്ല, മിക്ക മുഅ്മിനീങ്ങളും. സിറാത്ത് പാലം ഒന്നും കാണാതെ ഡയറക്റ്റ് സ്വർഗത്തേക്ക് പോകുന്ന മുഅ്മിനീങ്ങളും ഉണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. എന്നാൽ സിറാത്ത് പാലം വഴി സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നവരാണെങ്കിൽ, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നവരാണെങ്കിൽ, ആ മൗലിദ് പാരായണവും മദ്ഹും അവർക്ക് സിറാത്ത് പാലത്തിൽ വലിയ വെളിച്ചമായി, നൂറായി ഉണ്ടാകുന്നതാണ്. മുത്തുനബിയുടെ സ്വലാത്ത്,
സ്വലാത്ത് എന്ന് പറഞ്ഞതിൽ മധുഹും എല്ലാം പെട്ടല്ലോ. സ്വലാത്തും മധുഹുകളും സിറാത്ത് പാലത്തിലൂടെ പോകുന്ന സമയത്ത് വലിയ ഇരുളുണ്ട് സിറാത്ത് പാലത്തിൽ. ആ സമയത്ത് സ്വലാത്തിൻ്റെ ആളുകൾക്കും മധുഹിൻ്റെ ആളുകൾക്കും അവരുടെ സ്വലാത്തുകളും മധുഹുകളും വെളിച്ചമായി സിറാത്ത് പാലത്തിലുണ്ടാവും. തവല്ലഹു റബ്ബി വഅംലാകുഹു ഫയുസിലൂന ദൗമൻ സനാഅം ബിസാത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്ന് പറഞ്ഞത് അത് വലിയ പ്രാധാന്യമുള്ള സൽക്കർമ്മമാണ്. അത് ചെറിയ ഒരു സംഭവമല്ല മദ്ഹ് പാരായണം. എന്തുകൊണ്ട്? തവല്ലാഹു റബ്ബി, മുത്തനബിയുടെ മദ്ഹ് പറയുന്നതിന് അല്ലാഹു തആല ആ സൽക്കർമ്മം, ആ നല്ലൊരു ക്രിയയെ അല്ലാഹു ഏറ്റെടുത്ത സംഭവമാണത്. മുത്തനബിയുടെ മദ്ഹ് പറയുക എന്ന് പറഞ്ഞ സംഗതിയെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. വഅംലാഖു, അല്ലാഹു തആലയുടെ മലക്കുകളും അല്ലാഹുവിൻ്റെ മലക്കുകളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്, സൽക്രിയയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാരായണം, മൗലിദ് പാരായണം, മുത്തുനബിയുടെ മദ്ഹ് പറയുക എന്ന് പറയുന്നത്. ഫയുസ്നൂന, അതുകൊണ്ട് അല്ലാഹു തആലയും മലായികത്തും യുസ്നൂന ദൗമൻ, സദാ അല്ലാഹുവും മലായികത്തും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സനാഅം ബിസാത്ത്, വിശാലമായ പ്രകീർത്തനം, മുത്തുനബിയെ കുറിച്ച് വിശാലമായ പ്രകീർത്തനം, മദ്ഹ് പറച്ചിൽ അല്ലാഹുവും മലായികത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം മദ്ഹ് പാരായണത്തിന്, മൗലിദ് പാരായണത്തിന് പ്രാധാന്യമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. അതിന് വ്യക്തമായ തെളിവ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞ സൂക്തം നാം പലപ്പോഴായി പറഞ്ഞതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് നിർവഹിക്കുന്നു. അല്ലാഹുവും മലായികത്തും രണ്ടു കൂട്ടരും നിർവഹിക്കുന്ന സ്വലാത്ത് ഏതാ? ആ സ്വലാത്ത് റഹ്മത്ത് എന്ന് പറയാം. വെറും കേവല റഹ്മത്താ? കേവല റഹ്മത്തല്ല. ആ സ്വലാത്ത് ഏതാണ്? ആ സ്വലാത്ത് മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ പലരും പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞ തഫ്സീർ വ്യാഖ്യാനം, സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി, മുത്തുനബിയുടെ മദ്ഹ് പാരായണമാണ്, മുത്തുനബിയുടെ മദ്ഹ് പറച്ചിലാണ്, മുത്തുനബിയെ പ്രകീർത്തിക്കലാണ്. ഇന്ദ മലായികത്തി, അവൻ്റെ മലക്കുകൾ അടുത്ത് വെച്ച്. അപ്പോൾ അല്ലാഹു മലക്കുകളോട് മുത്തുനബിയുടെ മദ്ഹ് പറയുന്നു, മുത്തുനബിയെ കുറിച്ച്. അപ്പോൾ പറഞ്ഞാൽ എല്ലാ ദിവസവും പറയുമ്പോൾ ആവർത്തനമായി പോകൂലേ, ഇത് തീർന്നു പോകൂലേ എന്ന് തോന്നണ്ട. ആ മുത്തുനബിയെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മുത്തുനബിയുടെ വലുപ്പം ആർക്കും അങ്ങനെയുള്ള സംശയക്കാർ മുത്തുനബിയുടെ വലുപ്പം മനസ്സിലാക്കാത്തവരാണ്. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാൽ തീരൂല, അത്രത്തോളം മഹത്വം മുത്തുനബിക്ക് ഉണ്ട്. മുത്തുനബിയെ കുറിച്ച് ഉള്ള അറിവ് തികഞ്ഞ ഒരു റസൂലും ഇല്ല, തികഞ്ഞ ഒരു നബിയും ഇല്ല. മുത്തുനബിയെ കുറിച്ചുള്ള അറിവ് തികഞ്ഞ ഒരു വലിയും ഇല്ല. മുത്തുനബിയെ കുറിച്ചുള്ള അറിവ് തികഞ്ഞ ഒരു മലക്കും ഇല്ല. അപ്പോൾ മുത്തുനബിനെ കുറിച്ച് എന്തെല്ലാം എത്ര മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല എപ്പോഴും അല്ലാഹു അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇന്നല്ലാഹ വ മലായികതു യുസല്ലൂന എന്ന് പറഞ്ഞ യുസല്ലൂന എന്ന് പറഞ്ഞ ആ വാക്കിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ സ്വലാത്ത്, അത് റഹ്മത്ത്, അർ റഹ്മത്തുൽ മഖറൂനത്തു ബിത്തഅലീം,
ആദരവോടുകൂടെയുള്ള സ്പെഷ്യൽ റഹ്മത്ത് എന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആദരവോട് കൂടെയുള്ള സ്പെഷ്യൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ റഹ്മത്തല്ലേ, അത് കേവലം റഹ്മത്തല്ലല്ലോ. ഏതാണ് ആദരവോട് കൂടെയുള്ള റഹ്മത്ത്? അത് ഇമാം ബുഖാരി പറഞ്ഞ എപ്പോഴും അള്ളാഹു മലക്കുകളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലക്കുകൾക്ക് ഉറക്കമില്ലല്ലോ, മലക്കുകൾക്ക് ഉറക്കമല്ല, ഭക്ഷണമില്ല, ക്ഷീണമില്ല. അപ്പോൾ അള്ളാഹു തആല എപ്പോഴും മലക്കുകളോട് മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രയും വലിയൊരു തഅലീം, റഹ്മത്തുൽ മഖ്റൂനത്തു ബി തഅലീന ഫതുൽ മുഈനിൽ പറഞ്ഞത്. അള്ളാഹു തആലാന്റെ റഹ്മത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടെയുള്ള സ്പെഷ്യൽ റഹ്മത്ത്. ആ സ്പെഷ്യൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഏതാണ് ആ സ്പെഷ്യൽ റഹ്മത്ത്? അത് മറ്റൊരു വ്യാഖ്യാനത്തിൽ, ബുഖാരിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു അത് പ്രകീർത്തനാണ്, മുത്തുനബിയുടെ മദ്ഹ് ചെയ്യലാണ്. അള്ളാഹു തആല ആദം നബിയെ പഠിച്ചപ്പോൾ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു പറ്റം മലക്കുകളോട് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ അലീങ്ങളായ മലായിക്കത്ത്, ഉൽവിയീങ്ങളായ മലായിക്കത്ത് അതിൽ പെട്ടിട്ടില്ല എന്നാണ് മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞത്. അപ്പം ആരായാലും പെട്ടത് സിദ്റത്തുൽ മുൻതഹയുടെ താഴെയുള്ള മലായിക്കത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലായിക്കത്ത്, സുഫ്ലിയീങ്ങൾ എന്ന് അവർക്ക് പറയാം. അവരോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത്. ഇനി മലായിക്കത്ത് എല്ലാവരും പെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ച ഉടനെ ആദം നബി അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ രൂപി ആയതുകൊണ്ടാണ് ആ സുജൂദ് ചെയ്യാൻ വേണ്ടി, ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ പ്രഥമ രൂപിയാണ് ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ആദം നബിക്ക് ആ ആദരവ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനിക്ക് എല്ലാ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊന എന്ന് പറഞ്ഞിട്ടുണ്ട്. മലായികത്ത് സുജൂദ് ചെയ്തു, കൽപ്പിക്കപ്പെട്ട മലായികത്ത് എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലാഹു തആല ഉൽവീങ്ങളായ മലായികത്തിനോട് കൽപ്പിച്ചിട്ടില്ല എന്ന് ഒരു പറ്റം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇനി അവരോടും കൽപ്പിച്ചിട്ടുണ്ട്, അവരും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ആ സുജൂദ് ചെയ്ത് ആദം നബി അലൈഹിസ്സലാമിന് തഅലീം, ആദരവ് നൽകുക എന്ന് പറഞ്ഞ ആദരവിൽ അള്ളാഹു ആ സുജൂദിൽ അല്ലല്ല. മലക്കുകളെ സുജൂദ് ചെയ്തിട്ടുള്ളൂ, അള്ളാഹു സുജൂദ് ചെയ്തിട്ടില്ല. അതാണ് ഇമാമികൾ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ആദരവ് അള്ളാഹു തന്നെ ആ ക്രിയയിൽ പങ്കെടുക്കുന്നു. മലായിക്കത്ത് മാത്രമല്ല, മലായിക്കത്തും അള്ളാഹും കൂടെ ഉണ്ട്. അള്ളാഹു മലായിക്കത്തിൻ്റെ കൂടെ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൂടിയിട്ടില്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ മലായിക്കത്തും അള്ളാഹു ഉണ്ട്. അപ്പം അത് വലിയ ആദരവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അപ്പോൾ ഫതുഹുൽ മുഈൻ പോലത്തെ ചില ഗ്രന്ഥങ്ങളിൽ ആദരവോട് കൂടെയുള്ള റഹ്മത്ത് എന്നാണ് സ്വലാത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞപ്പോൾ ആ റഹ്മത്ത് കൊണ്ട് വിവക്ഷ ബുഖാരി പറഞ്ഞ് ആ പ്രകീർത്തനം എന്ന് പറഞ്ഞ് റഹ്മത്താകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇനി ആ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷ ഈ പ്രകീർത്തനം എന്ന് പറഞ്ഞ റഹ്മത്ത് മാത്രമല്ല, അതും പെട്ടു, അല്ലാത്ത വേറെയും ആദരവോട് കൂടെയുള്ള മുത്തുനബിക്ക് സ്പെഷ്യലായ വേറെയും റഹ്മത്ത് പെട്ടു എന്ന് പറയാം. അങ്ങനെ വെച്ചാൽ തന്നെയും പിന്നീട് അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു. അപ്പോൾ ആദ്യം യുസല്ലൂന അള്ളാഹു മലായിക്കത്തും നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. മലായിക്കത്തിനുണ്ട് ആദരവോട് കൂടെയുള്ള റഹ്മത്ത്, മലായിക്കത്തും നിർവഹിക്കുന്നുണ്ട്. മലായിക്കത്ത് പഠിച്ചവനല്ല, മലായിക്കത്ത് പടപ്പുകളാണ്. ആ പടപ്പുകളായ മലായിക്കത്തിലേക്ക് ആദരവോട് കൂടെയുള്ള റഹ്മത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു, ഓ മുഅ്മിനീങ്ങളെ നിങ്ങളും ആദരവോട് കൂടെയുള്ള റഹ്മത്ത് ചെയ്യ് എന്ന് പറയാലോ. മനുഷ്യന്മാർ മുഅ്മിനീങ്ങളും അള്ളാഹിൻ്റെ പടപ്പുകളാണ്, അവർക്കും റഹ്മത്ത് ചെയ്യാൻ പറ്റും. മലക്കുകൾക്ക് റഹ്മത്ത് ചെയ്യണമെങ്കിൽ സൃഷ്ടാവായ ഖാദിറും മുഖ്തദിറുമായ അല്ലാഹു തആല കഴിവ് കൊടുക്കണം മലായിക്കത്തിന് സ്പെഷ്യൽ റഹ്മത്ത് ചെയ്യണമെങ്കിൽ. സ്പെഷ്യൽ റഹ്മത്തിന് അള്ളാഹു കഴിവ് കൊടുത്ത മുഅ്മിനീങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾ ചെയ്യണില്ല റഹ്മത്ത്. റഹ്മത്ത് മാത്രം അള്ളാഹ് ചെയ്യാൻ പറ്റിയതും വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. റഹ്മത്ത് ചെയ്യണേ അള്ളാഹ് തന്നെ വേണം. അങ്ങനെ അള്ളാഹു തആലക്ക് റഹ്മാൻ റഹീം എന്നുള്ള ഇസ്മ മാത്രമേ ഉള്ളൂ.
അള്ളാഹു താലാക്ക് കവി, ഖാദിർ, മുഖത്തദിർ, കുറേ ഇസ്മുകൾ അള്ളാഹു താലാക്കില്ലേ. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഅലീമോട് കൂടെ റഹ്മത്ത് ചെയ്തില്ലേ? സുബ്ഹാന ജല്ലാലുഹു ചെയ്തിട്ടുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മുഅ്മിനീങ്ങൾ ഒരു വേള മുത്തനബിയുടെ അടുത്തുനിന്ന് ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ മുത്തനബി യുദ്ധക്കളത്തിൽ ഒറ്റക്കാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്നേരം ത്വൽഹ റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അമ്പുകളൊക്കെ മുത്തനബിയെ ലക്ഷ്യം വെച്ച് വരികയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു വരുന്ന അമ്പുകളെല്ലാം മുത്തനബിയോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ ശരീരം എൻ്റെ ശരീരത്തിന് നേരെ നിർത്തണേ. അപ്പോൾ അങ്ങ് അപ്പുറത്തേക്കും ഇടത്തേക്കും വലത്തേക്കും അങ്ങ് മാറി നിൽക്കാതെ എൻ്റെ നേരെ നിൽക്കണേ. ഏത് ഭാഗത്തിലൂടെ വരുന്ന അമ്പിനെയും ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ കൈകളെ കൊണ്ട് തടഞ്ഞു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ അമ്പിൻ്റെ ആഘാതം കൊണ്ട്, അമ്പുകൾ സ്വീകരിച്ച കാരണം കൊണ്ട് ആ കൈ ക്ഷയിച്ചു പോയി. ആ കയ്യിന് പിടിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലായി പോയി. അപ്പൊ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമർപ്പിച്ച ആദരവോട് കൂടിയുള്ള റഹ്മത്താണത്. ആദരവോട് കൂടിയുള്ള റഹ്മത്ത് മുഅ്മിനീങ്ങൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ അൻസ്വാരികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് ചെന്നപ്പോൾ, നാടും വീടും വിട്ട് മദീനയിലേക്ക് ചെന്നപ്പോൾ അവരുടെ അടുക്കുള്ള വീടും സമ്പത്തും അവരെല്ലാം നബിക്കും സ്വഹാബത്തിനും നൽകി അവരെ സഹായിച്ചു. അത് അൻസ്വാരികൾ ചെയ്ത ആദരവോട് കൂടെയുള്ള റഹ്മത്താണ്. പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്ത സമയത്ത് ഭക്ഷണം വീട്ടിലുള്ള സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. അത് ആദരവോട് കൂടിയുള്ള റഹ്മത്താണ്, തഅലീമോട് കൂടിയുള്ള റഹ്മത്താണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ എല്ലാം നൽകാമെന്ന് സ്വഹാബത്തൊക്കെ പറഞ്ഞു, അല്ലേ? സ്വഹാബത്ത് റസൂലുള്ളാഹിനെ അവരെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തിലേക്ക് കാവൽ നൽകുന്നതിനേക്കാൾ സഹായിക്കുന്നതിനേക്കാൾ അവർ മുത്തുനബിയെ സഹായിക്കുകയും ചെയ്തു. അതെല്ലാം മുത്തുനബിയോട് കാണിച്ച റഹ്മത്താണ്, മുത്തുനബിയോട് കാണിച്ച ആദരവാണ്, തഅലീമാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു തആലയും മലായികത്തും ആദരവോടുകൂടെ റഹ്മത്ത് ചെയ്യുന്നു. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളും ആദരവോടുകൂടെ റഹ്മത്ത് ചെയ്യൂ എന്ന് അർത്ഥം വെക്കാൻ പറ്റൂലേ? അർത്ഥം വെക്കാനൊക്കെ പറ്റും. പക്ഷെ അതാണോ അള്ളാഹു അവിടെ പറഞ്ഞത്? അങ്ങനെ എല്ലാവരോടും സഹായിക്കാൻ, ആദരവോടുകൂടെ റഹ്മത്ത് ചെയ്യാനും മുത്തുനബിയെ സഹായിക്കാനും പറ്റാത്തൊരു സംഭവമല്ല. മുഅ്മിനീങ്ങൾക്ക് ചെയ്യാനും സമർപ്പിക്കാനും കഴിയാത്തൊരു സംഗതിയല്ല. മുഅ്മിനീങ്ങൾക്കൊന്നും അള്ളാഹുവിൻ കഴിവ് കൊടുക്കാതെ ഒരു സംഗതിയും ചെയ്യാൻ കഴിയൂല. അത് സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയൂല, മക്കൾക്ക് കൊടുക്കാനും കഴിയൂല, മുത്തുനബിക്ക് കൊടുക്കാനും കഴിയൂല. ആർക്കും, പടപ്പുകൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല അള്ളാഹു തആല കഴിവ് കൊടുക്കാതെ. അതൊരു പരമസത്യമാണ്, മുഅ്മിനീങ്ങളൊക്കെ വിശ്വസിച്ചൊരു പരമസത്യമാണ്. പക്ഷെ അതെപ്പോഴും പറയേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒരു പ്രസംഗിക്കാൻ കഴിയുന്ന ആലിമിനെ കുറിച്ച് നമ്മൾ പറയും, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയും. അദ്ദേഹത്തിന് നമുക്കൊരു ദിവസം പ്രസംഗത്തിന് വിളിക്കല്ലേ, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുമോ? ഈ വിഷയം പറയാൻ കഴിയുമോ? എന്താ പറയുക, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയൂല, അള്ളാഹു തആല കഴിവ് കൊടുത്താലേ കഴിയുള്ളൂ, അങ്ങനെ നമ്മൾ പറയല്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിഷയം കൊടുത്തു, നിങ്ങൾ ഇന്ന വിഷയത്തിൽ ഒന്ന് പ്രസംഗിക്കണം, ഇന്ന വിഷയത്തിൽ നിങ്ങളൊരു ക്ലാസ് എടുക്കണം, ആ വിഷയത്തിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമെന്ന് നോക്കുമ്പോൾ അദ്ദേഹം എന്താ പറയേണ്ടത്? എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയൂല, അള്ളാഹു തആല അന്നേരം കഴിവ് തന്നാലേ കഴിയുള്ളൂ എന്നാണ് മറുപടി കൊടുക്കുക. ഞാൻ ക്ലാസ് എടുത്തോളാം, എനിക്ക് കഴിയുമെന്നാ പറയാ, കഴിയുമെന്ന് പറയേണ്ടി വരും. ആ കഴിയുന്നില്ലെങ്കിൽ എന്താ തെളിവ്? അള്ളാഹു തആല എനിക്ക് ആ കഴിവ് പലപ്പോഴും തന്നിട്ടുണ്ട്. നമുക്ക് എന്തിനാണ് പ്രസംഗത്തിൻ്റെ വിഷയമൊക്കെ? നമുക്ക് കാഴ്ച എന്ന് പറയുന്ന സംഗതി, ഈ ഒരു കഴിവ് എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെയുള്ള ഓരോ കഴിവിലേക്കും പോകും. അത് ഈ ചർച്ച നമുക്ക് കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്. നീ കേൾക്കുന്നുണ്ടോ?
നീ അത് കാണുമോ, നീ അത് നോക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണോ മറുപടി? അള്ളാഹു തആല എനിക്ക് അപ്പം കഴിവ് തരികയാണെങ്കിൽ ഞാൻ നോക്കുമെന്നാണോ പറയാ, കാണുമെന്നാണോ പറയാ? അപ്പം നമ്മുടെ കാഴ്ചയും കേൾവിയും നമ്മുടെ കൂടെയുള്ള എല്ലാ കഴിവും അള്ളാഹു തആല തരുന്ന കഴിവാണ്. നാം പടപ്പായതുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് കയറി പറയാം, ഈ കഴിവ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കൂടെ ഉള്ളതാ. നാം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വുജൂദ്, ഉണ്മ, നമ്മുടെ ഉണ്മ എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല എന്നാ പറയണ്ടേ. കഴിവ് മാത്രമൊന്നല്ല, നമുക്കുള്ള ഉണ്മ തന്നെ അല്ലാഹു തആല അപ്പക്കപ്പോൾ ഇങ്ങനെ തരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ബൾബ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിങ്ങനെ അപ്പോൾ എല്ലാ സമയത്തും അതിലേക്ക് ഇങ്ങനെ പവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പവർ കട്ടായി പോയ ആ സാധനം അവിടെ അല്ല എന്നതുപോലെ അല്ലാഹു തആല വുജൂദ് എന്നറിയുന്ന പവർ അത് നമ്മളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുക എല്ലാ നിമിഷവും. ഹഖീഖത്ത് മുഹമ്മദിയത്തിലൂടെ അല്ലാഹു തആല തരുന്നത്, മുത്തുനബിയിലൂടെ തന്നെ ലോകത്തിന് മൊത്തം അല്ലാഹു തആല വുജൂദ് തരുന്നത്. ആ വുജൂദ് അങ്ങ് പിൻവലിച്ചാൽ പിന്നെ കഴിവേ അല്ല. കേൾവില്ല, കാഴ്ചല്ല, പ്രസംഗ കഴിവില്ല, പാട്ട് പാടാനുള്ള കഴിവില്ല, സഹായിച്ചാൽ സഹായിക്കാനുള്ള കഴിവില്ല. അത് മരിച്ചവരാവട്ടെ, ജീവിച്ചു ഇരിക്കുന്നവരാവട്ടെ, നബിയാവട്ടെ, റസൂലാവട്ടെ, വലിയാവട്ടെ, സാധാരണക്കാരനാവട്ടെ, ഡോക്ടറാവട്ടെ, ആരാവട്ടെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹഖീഖത്തായ നൂറ് മുഹമ്മദിയിലൂടെ അല്ലാഹു തആല സർവ്വ പടപ്പുകളിലേക്കും എപ്പോഴും കഴിവ് തന്നുകൊണ്ടേയിരിക്കുന്നു. കഴിവല്ല, അല്ലാഹു തആല വുജൂദ് തന്നെ തന്നുകൊണ്ടേയിരിക്കുന്നു. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്മ. ആ ഉണ്മ ഈ ബൾബ് കത്താൻ കാരണമാകുന്ന പവർ പോലെയാണ്. ആ പവർ കട്ടായാൽ ബൾബ് കത്തില്ല. പക്ഷെ ബൾബിൻ്റെ ആ ഗ്ലാസ്, ആ സാധനമൊക്കെ അവിടെ കാണും. അപ്പം നമുക്കുള്ള ഉണ്മ എന്ന് പറയുന്നത് ആ ഉണ്മ അല്ലാഹു തആല ഒരു പവർ തരുന്നത് പോലെ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉണ്മ പിൻവലിച്ചാൽ, നാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവും പെട്ടു, ശരീരമൊക്കെ പെട്ടു. അല്ലാഹു തആല ഉണ്മ അങ്ങ് പിൻവലിച്ചാൽ മരിക്കുന്നല്ലാണ് ചെയ്യുന്നത്. മരിക്കല്ല, ആ സാധനം ഇല്ലാതായി പോകും, അസ്തമിക്കും, ഗ്യാസായി പോകും. പിന്നെ ആ സാധനം അവിടെ കാണും. ഗ്യാസാകൂല, ഞാൻ പറയാന്ന് മാത്രം. അപ്രത്യക്ഷത്തിന് ഒരു പ്രയോഗം നടത്തിയതാണ്. ഈ ലോകം മൊത്തം, ആകാശവും ഭൂമി സർവ്വം, എത്ര വലിയ ശക്തിയുള്ള സാധനമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉണ്മയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊന്നുമല്ല, ഒരു വസ്തുവേ അല്ല. അപ്പോൾ അള്ളാഹു അതിൻ്റെ ഉണ്മ പിൻവലിച്ചാൽ അത് എവിടെ പോയി എന്നറിയില്ല. അപ്പം അത് അല്ലാഹു തആല എല്ലാ നിമിഷവും ഉണ്മ തന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഉണ്മയുടെ ശേഷമല്ലേ ഒരു വസ്തു ഉണ്ടായിട്ടല്ലേ ആ വസ്തുവിൻ്റെ കൂടെ അതിൻ്റെ കഴിവുകൾ ഉണ്ടാവും. ആ ഉണ്മ തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പറയേണ്ടതില്ല. അത് സാധാരണക്കാരുടെ വിഷയത്തിലും ഔലിയാന്റെ വിഷയത്തിലും അമ്പിയാക്കന്മാരുടെ വിഷയത്തിലൊന്നും സാധാരണ നാം സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു വിഷയമല്ല. അതെപ്പോൾ പറയണം? അത് അള്ളാഹുവിനെ കുറിച്ചും അടിമകളെ കുറിച്ചും സൃഷ്ടികളെ കുറിച്ചുമുള്ള വിശ്വാസം പഠിക്കുന്ന സമയത്ത് അത് പറഞ്ഞു പഠിക്കേണ്ട വിഷയമാണ്. അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു പ്രയോഗമുണ്ട്, ഭാഷാപ്രയോഗമുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ ഭാഷാപ്രയോഗത്തിൽ അത് കയറി വരേണ്ട ആവശ്യമില്ല. അത് കയറ്റിക്കൊണ്ട് വരുന്നത് ആരാണ്? ഈ കാര്യങ്ങളൊന്നും യഥാവിധം മനസ്സിലാക്കാത്ത പുത്തൻവാദികളാണ്, മുജജമാദികളാണ് അത് കൊണ്ടുവരുന്നത്. എവിടെ കൊണ്ടുവരുന്നത്? അത് ഡോക്ടർമാരോട് സഹായം തേടുന്നിടത്ത് അവർ കൊണ്ടുവരുന്നില്ല, ഭാര്യയോട് സഹായം തേടുന്നിടത്ത് കൊണ്ടുവരുന്നില്ല, ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് നാം സഹായം തേടുന്നിടത്ത് മാത്രം അവർ കൊണ്ടുവരുന്ന ഒരു സംഭവമാണത്. വാസ്തവത്തിൽ അവർ ഇതിനെക്കുറിച്ചൊന്നും ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് സത്യം. ചുരുക്കി പറയട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ റഹ്മത്ത് ചെയ്യുന്നത് മാത്രമല്ല, അവന് കഴിയാത്ത ഒരു സംഗതി, അവൻ്റെ റഹ്മത്ത് മാത്രമല്ല, ഒരു പ്രവർത്തനത്തിനും മനുഷ്യന് കഴിയൂല, സൃഷ്ടിക്ക് കഴിയൂല അള്ളാഹു കഴിവ് കൊടുത്താലല്ലാതെ. അള്ളാഹു കൊടുക്കുന്ന കഴിവനുസരിച്ച് ഉമ്മ തൻ്റെ കുട്ടിക്ക്, ശിശുവിന് റഹ്മത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷി, ആ പക്ഷിക്കുട്ടിയെ താലോലിക്കുന്നത്, റഹ്മത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, ഒരു പക്ഷിക്കുട്ടിയെ ഒരു സ്വഹാബി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ മുത്തുനബി വിട്ടയക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പക്ഷിയുടെ അമ്മ ആ പക്ഷിയെ സ്വീകരിച്ച് താലോലിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി പറഞ്ഞു, കണ്ടാണ്, നിങ്ങൾ കണ്ടോ ആ പക്ഷി അമ്മ ആ പക്ഷിക്കുട്ടിയെ
സ്നേഹിക്കുന്നു, റഹ്മത്ത് ചെയ്യുന്നു. എന്നാൽ അല്ലാഹു തആല ഇതിനേക്കാൾ റഹ്മത്ത് ചെയ്യുന്നവനാണ്. അപ്പോൾ സൃഷ്ടികളൊക്കെ പരസ്പരം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. റഹ്മത്ത് ഉമ്മ ഉപ്പ മക്കൾക്ക് റഹ്മത്ത് ചെയ്യുന്നു, മക്കൾ ഉമ്മയോടും ഉപ്പയോടും റഹ്മത്ത് ചെയ്യുന്നു, അല്ലേ? പരസ്പരം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങൾ റഹ്മത്ത് ചെയ്യുന്നുണ്ട്, ആദരവോടുകൂടെ റഹ്മത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റഹ്മത്തല്ല, ആ കേവല റഹ്മത്തല്ല അല്ലാഹു തആല ഇവിടെ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു. അല്ലാഹു തആല ആദരവോടെ റഹ്മത്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു മലായികത്തു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ആദരവോടെ റഹ്മത്ത് ചെയ്യൂ എന്നല്ല പറയുന്നത്. മറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലാഹു മലായികത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം മദ്ഹ് നടത്തുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയണം, അവിടുത്തെ പ്രകീർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കണം അത്. അപ്പോൾ പിന്നെ നിസ്കാരത്തിൽ മദ്ഹ് ചെയ്താൽ മതിയോ എന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പലപ്പോഴായി നാം പറഞ്ഞതാണ്. അത് സ്വഹാബത്ത് ആ ചോദ്യം മുത്തുനബിനോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്വലാത്ത്, ഈ മദ്ഹ് എങ്ങനെയാണ് നിസ്കാരത്തിൽ നിർവഹിക്കേണ്ടത്? അപ്പോൾ മുത്തുനബി പറഞ്ഞു, നിസ്കാരത്തിൽ ഒരു പ്രത്യേക നിങ്ങൾ മുത്തലക്കൻ ഏതെങ്കിലും മദ്ഹ് എടുത്ത് ചൊല്ലിയാൽ പോരാ, നിങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ റസൂലുള്ള ഒരു രൂപവും ഭാവവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം നിസ്കാരത്തിലുള്ള ദിക്റുകൾക്കൊക്കെ അങ്ങനെ മുത്തുനബി പഠിപ്പിച്ച ഒരു രീതി ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്ത് തന്നെ ചൊല്ലണമെന്ന് മുത്തുനബി പറഞ്ഞു. അങ്ങനെ തന്നെ ഹദീസുണ്ട്. ചുരുക്കത്തിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആലിമീങ്ങൾക്ക് ഈ കിതാബിൽ അന്യാമത്തുൽ കുബ്ര അലൽ ആലം ബി മൗലിദി സയ്യിദി വുൽദി ആദം എന്ന് പറഞ്ഞ ഈ കിതാബ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഷർഹിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അറബി അറിയുന്നവർക്ക് അതുമായിട്ടുള്ള ചർച്ചകളെല്ലാം ഇതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട സംശയങ്ങൾ അത് സംബന്ധമായിട്ടുണ്ട്. സ്വലാത്തിനെ സംബന്ധിച്ച് ഈ സൊല്ലൂന എന്ന് പ്രയോഗിച്ചതും സൊല്ലു എന്ന് പ്രയോഗിച്ചതും അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിൻ്റെ മറുപടി മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിങ്ങനെ പറയുന്നത്. എന്നല്ലാതെ ബാഹ്യമായി എന്തോ ചിലത് മനസ്സിലാക്കിയിട്ട് യുസല്ലൂന എന്ന് പറഞ്ഞതിന് പ്രകീർത്തനം മദ്ഹ് എന്നാണ് അർത്ഥം എന്ന് തട്ടിവിടുകയല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. അന്യാമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമിയുടെ മൗലിദിൻ്റെ വ്യാഖ്യാനം 2 വർഷം മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചതാണ്. അതിലത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 1-ാം വാള്യത്തിൽ തറാനി റസൂലൽ ഹുദാ ശയ്യിഖാ ഇലാ ത്വയ്ബത്തിൻ ഫഹിയ ഖൈറുൽ ബലാത്ത്. അതാണ് മാദിഹീങ്ങൾ, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തറാനി, നബിയെ അങ്ങ് എന്നെ വീക്ഷിക്കുന്നു, കാണുന്നു. റസൂലൽ ഹുദാ, സന്മാർഗത്തിൻ്റെ നബിയെ, സന്മാർഗത്തിൻ്റെ പ്രവാചകരായ ഹബീബായിട്ടുള്ളവര്, ഷയ്യിഖ, ഞാൻ വളരെ ആശയുള്ളവനാണ് എന്ന് അങ്ങേക്കറിയാമല്ലോ, അങ്ങ് എന്നെ കൊതിക്കുന്ന ആളായിട്ട് എന്നെ കാണുന്നുണ്ട്. ഇലാ ത്വയ്ബത്തിൻ, മദീനയിലേക്ക് വരാൻ, എനിക്ക് മദീനയിലേക്ക് വരാൻ വല്ലാത്ത അത്യാശയുണ്ട്, കൊതിയുണ്ട് എന്ന് അങ്ങക്ക് അറിയാമല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ മൗലിദുൽ ഹുസ്നൈനിയിൽ പറഞ്ഞൊരു ബൈത്താണ്. ഈ ബൈത്ത് മുത്തുനബിയോട് അങ്ങനെ പറയുമ്പോൾ മുത്തുനബി മദീനയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി തരും. ഇലാ ത്വയ്ബത്തിൻ, മദീനയിലേക്ക്, ഫഹിയ ഖൈറുൽ ബലാദ്, മദീന, ത്വയ്ബ, മദീന ഖൈറുൽ ബലാദ്, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് ത്വയ്ബ. ത്വയ്ബ, യസ്രിബല്ല, ത്വയ്ബ. ത്വയ്ബ എന്ന് പറയുന്നത് മുത്തുനബി എത്തിയതിന് ശേഷം വന്ന പേരാണ്. അതിന് മുമ്പ് യസ്രിബ് എന്നായിരുന്നു പേര്. ത്വാബ, ത്വയ്ബ എന്നൊക്കെ പറയുന്നത് മദീനയുടെ പേരുകളാണ്.
മദീനക്ക് 100ഓളം പേരുകളുണ്ട്. പേര് വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിന് പ്രാധാന്യവും ആ വസ്തുവിന് അളമത്ത് മഹത്വം വർദ്ധിക്കും. അല്ലാഹു തആലക്ക് ധാരാളം പേരുണ്ട്, മുത്തുനബിക്ക് ധാരാളം പേരുണ്ട്. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന് ധാരാളം പേരുണ്ട്. ഔലിയാനൊക്കെ ധാരാളം പേരുണ്ടാവും. ആ പേര് നമ്മൾ അറിയില്ലെങ്കിലും അവർക്ക് അവരുടെ ലോകത്ത് അവർക്ക് കുറേ പേരുകളുണ്ടാവും. മദീനക്കും മക്കയ്ക്കൊക്കെ കുറേ പേരുകളുണ്ട്. ഇലാ ത്വയ്ബത്തിൻ, മദീനയിലേക്ക് വരാൻ എനിക്ക് വല്ലാത്ത ആശയുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് അങ്ങക്ക് അറിയാമല്ലോ, അങ്ങ് എന്നെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഫഹിയ ഖൈറുൽ ബലാത്ത്, ആ മദീന ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. അത് നാം മൗലിദുൽ ഹുസ്നൈനിയുടെ മറ്റൊരു ഭാഗത്ത് ഇന്ന് നമ്മൾ ഓതിയ ഹിസ്ബ് 10ാമത്തെ ഹിസ്ബിൽ പറയുന്നുണ്ട്, മദീന മക്കയേക്കാൾ ശ്രേഷ്ഠമായ ഭൂമികയാണ് എന്ന്. വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ കാര്യകാരണങ്ങൾ അവിടെ പറഞ്ഞതാണ്. ഇമാം സുബ്കിയൊക്കെ പറഞ്ഞ വിഷയമാണ് അല്ലേ. മക്കയെ ശ്രേഷ്ഠമാക്കിയ ബിന്ദു പാർട്ട് കഅബാലയം. കഅബാലയം അവിടെ ഉണ്ടായതുകൊണ്ടാണ് മക്കൾക്ക് വലിയ സ്ഥാനം ഉണ്ടായത്. മദീനക്ക് വലിയ സ്ഥാനം കൊടുത്തത് മുത്തുനബിയുടെ ഖബർ ഷരീഫ്. അപ്പോൾ മുത്തുനബി മദീനയിൽ എത്തിയതിന് ശേഷമല്ല മദീനയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. ആ ഖബർ ഷരീഫിനാണോ കഅബാലയത്തിനാണോ സ്ഥാനം? അത് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല പറഞ്ഞു, പല കിതാബിലും പറഞ്ഞു, കഅബാലയത്തെക്കാളും എന്നല്ല അള്ളാഹുവിൻ്റെ അർശിനേക്കാളും സ്ഥാനം ഖബർ ഷരീഫിന് മുത്തുനബി കിടക്കുന്ന ഭാഗത്തിനുണ്ട് എന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപനമുണ്ട്. അതിൽ രണ്ടഭിപ്രായം അതിലില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയും മറ്റു പല ഇമാമിയങ്ങളും പറഞ്ഞു. അതുകൊണ്ട് കഅബാലയം ഉള്ള കാരണത്താൽ മക്കൾക്ക് സ്ഥാനം വന്നു എങ്കിൽ ആ കഅബാലയത്തെക്കാളും അർശിനേക്കാളും സ്ഥാനമുള്ള ഖബർ ഷരീഫ് മദീനത്തുണ്ടായതുകൊണ്ട് മദീനക്ക് സ്ഥാനം വരുമ്പോൾ ആ ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന മദീനയായിരിക്കണം കഅബാലയം ഉൾക്കൊള്ളുന്ന മക്കയേക്കാൾ സ്ഥാനമുള്ള ഭൂമി. പിന്നെ അവിടെ നിസ്കാരത്തിനുള്ള കൂലിയോ മക്കയിൽ നിസ്കരിക്കുന്നതിനാണോ കൂടുതൽ പ്രതിഫലം, മദീനത്ത് നിസ്കരിക്കുന്നതാണോ കൂടുതൽ പ്രതിഫലം? ആ ചർച്ചയൊക്കെ മൗലിദുൽ ഹുസ്നൈനിയിൽ 10ാമത്തെ ഹിസ്ബിലും പല ഭാഗത്തായി പറഞ്ഞിട്ടുണ്ട്. നാം അതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മദീനത്ത് നിൽക്കേണ്ടതുപോലെ മര്യാദയോടുകൂടെ മഹബത്തോടുകൂടെ തഅലീമോടുകൂടെ മദീനത്ത് ഒരാൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ മക്കയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി കൂലി മദീനത്ത് നിസ്കരിക്കുന്നതിന് തന്നെ കിട്ടുമെന്നാണ് ആ ചർച്ചയുടെ ചുരുക്കം. ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. ഫഖദ് ഫാഖ അർശൻ വകുർസിയഹു ളരീഹു കമാ അന്നഹു മിൻ ബസാത്ത്. ഫഖദ് ഫാഖ അർശൻ, മദീന ഖബർ ഷരീഫ് അത് അർശിനേക്കാൾ മീതയാണ്, അള്ളാഹുവിൻ്റെ അർശിനേക്കാൾ മീതയാണ്. വകുർസിയഹു, കുർസിയിനേക്കാളും മീതയാണ്. ളരീഹുക മാ അന്നഹു മിൻ ബസാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അങ്ങയുടെ ഖബർ ഷരീഫ് അത് മാ അന്നഹു മിൻ ബസാത്ത്, അത് ഭൂമിയുടെ ഒരു ഭാഗമാണെങ്കിലും പക്ഷേ ആ ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ ആ ഭാഗമാണ് അർശിനേക്കാളും കുർസിയിനേക്കാളും സ്ഥാനമുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അർശ് ആകാശത്താണ്, ആകാശത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ കുർസിയിനേക്കാളും അർശിനേക്കാളും സ്ഥാനമുള്ള ഖബർ ഷരീഫ് ഭൂമിയിലായതുകൊണ്ട് ആ ഭൂമിയാണ് ആ ഖബർ ഷരീഫിനെ ഉൾക്കൊള്ളുന്നത് എന്ന കാരണം കൊണ്ട് ഭൂമിക്കാണ് ആകാശത്തേക്കാൾ സ്ഥാനം എന്ന് മനസ്സിലായി. വകം മിൻ ബഈദിൻ അതാ ത്വയ്ബതൻ വഅന്നാ ലിറഹ്ലി ഹുനാക ഇഹ്തിതാത്. വകം മിൻ ബഈദിൻ, എത്ര വിദൂരത്തുള്ള ആളുകൾ, അതാ ത്വയ്ബതൻ, അവർ മദീനത്തെത്തി, മദീന സിയാറത്ത് ചെയ്യാനെത്തി. വഅന്നാ ലിറഹ്ലി, നബിയെ എപ്പോഴാണ്, ലിറഹ്ലി എൻ്റെ വാഹനം, ഹുനാക ഇഹ്തിതാത്, എനിക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ വാഹനം എപ്പോഴാണ് ആ മദീനയിൽ ഇറങ്ങുക എന്ന് എനിക്കറിയൂല നബിയെ. എത്രയോ ദൂരമുള്ള ആളുകൾ മദീന സിയാറത്ത് ചെയ്തല്ലോ,
എനിക്ക് എന്നാണ് അങ്ങോട്ട് എത്താൻ സാധിക്കുക? ഫമൻ ഖഫ ഔസാറുഹും അസ്റഉ ഇലാ ത്വയ്ബത്തിൻ അല്ലനി മിൻ സിബാത്ത്. ഫമൻ ഖഫ ഔസാറുഹും, പാപങ്ങൾ കുറഞ്ഞ ആളുകൾ, അസ്റഉ ഇലാ ത്വയ്ബത്തിൻ, അവർ മദീനയിലേക്ക് പെട്ടെന്ന് എത്തി എന്ന് മനസ്സിലാക്കാം. സമ്പത്ത് കൂടുതലുണ്ടാവുകയല്ല വേണ്ടത്. സമ്പത്ത് കൂടുതലുണ്ടായതുകൊണ്ട് മദീനയിലേക്ക് എത്താൻ തൗഫീഖ് ഉണ്ടാവണമെന്നില്ല. മറിച്ച് പാപങ്ങൾ കുറയണം, മഹബത്ത് വർദ്ധിക്കുകയും വേണം. അപ്പോഴാണ് മദീനയിലേക്ക് എത്തുക. ഫമൻ ഖഫ ഔസാറുഹും, പാപഭാരം കുറഞ്ഞവർ, അസ്റഉ ഇലാ ത്വയ്ബ, അവർ മദീനയിലേക്ക് പെട്ടെന്ന് എത്തി. അല്ലനി മിൻ സിബാത്ത്, ഞാൻ പാപഭാരം കൂടിയവനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങോട്ട് എത്താൻ, മദീനയിലേക്ക് എത്താൻ ഇതുവരെ ഭാഗ്യം കിട്ടാതായി പോയത്. സുജിൻതു ബിസിജ്നിൽ മആസി ഫകുൻ റഊഫൻ റഹീമൻ ബിഹാദൽ ഖത്താത്ത്. നാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും പച്ചയിൽ അങ്ങ് മുത്തുനബിനോട് പറയാം. അപ്പോൾ അതിന് പരിഹാരം വരും. അവ മുത്തുനബി അതിനൊക്കെ പരിഹാരം തരും. നമ്മൾ സ്നേഹത്തോടെയും മഹബത്തോടെയും മനസ്സാന്നിധ്യത്തോടെയും മുത്തുനബി എന്നെ ദർശിക്കുന്നു, കാണുന്നു എന്ന ബോധത്തോടു കൂടെയും നാം സ്വലാത്തും അതുമൊക്കെ നിർവഹിച്ചാൽ അതിന് പരിഹാരം പെട്ടെന്നുണ്ടാവും. ഇത് മുത്തുനബിയോട് നമ്മുടെ സങ്കടം പറയാണ്. സുജിൻതു റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് എല്ലാ ലോകത്തിനും റഹ്മത്തെല്ലാം നൽകാൻ ഏൽപ്പിക്കപ്പെട്ട മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലാതെ നമ്മുടെ സങ്കടമൊക്കെ ആരോട് പറയാൻ? നമുക്ക് എല്ലാ റഹ്മത്ത്, ഏതൊരു റഹ്മത്ത് നമുക്ക് കിട്ടാനും മുത്തനബി പാസ്സാക്കി തരുന്നു. അള്ളാഹു മുത്തനബിക്ക് നൽകി, മുത്തനബി പാസ്സാക്കി തരുന്നു. പിന്നെ മുത്തനബിയുടെ മുന്നിലല്ലാതെ നമ്മുടെ സങ്കടം ആരോട് പറയാൻ? മുത്തനബിയോട് പറഞ്ഞാൽ എന്തായാലും കിട്ടും. നബിയെ, സുജിൻതു ബിസിജ്നിൽ മആസി, പാപങ്ങളുടെ ജയിലിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പാപങ്ങളുടെ ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പാപ ജയിലിൽ നിന്ന്, തെറ്റുകളുടെ ജയിലിൽ നിന്ന് എനിക്കിങ്ങ് രക്ഷപ്പെടാൻ, പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഞാൻ ആ ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടോനാ. ഫകുൻ റഊഫൻ റഹീമൻ, അങ്ങ് എന്നോട് റഅഫത്ത് കാണിക്കുന്ന ആളാവണം, അലിവ് കാണിക്കുന്ന ആളാവണം, എന്നോട് റഹ്മത്ത് കാണിക്കുന്ന ആളാവണം. ബിഹാദൽ ഖത്വാത്ത്, ഈ ഖത്വാത്ത് എന്ന് പറഞ്ഞാൽ സാൻഗ്രോസ് പക്ഷി, ഒരു പക്ഷിയുടെ പേരാണ്. കാട പക്ഷിയെ പോലത്തെ അതിനോട് സാമ്യമായ ഒരു പക്ഷിയുടെ പേരാണ് ഖത്വാത്ത്. സാൻഗ്രോസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. മലയാളത്തിൽ അതിന് പേരില്ല. ഈ സാധാരണ അറബി കവികളുടെ കവിതയിലൊക്കെ എപ്പോഴും കയറി വരുന്ന ഒരു പക്ഷിയുടെ പേരാണ് സാൻഗ്രോസ്. ബിഹാദൽ ഖത്വാത്ത്, ഈ സാൻഗ്രോസ് പക്ഷിയോട്, ഈ ചെറിയ കിളിയോട് അങ്ങ് റഹ്മത്ത് ചെയ്യണം നബിയെ. എന്തുകൊണ്ട്? ഈ കിളിക്ക് പാറാനൊക്കെ കഴിവുള്ള വസ്തുവിനാണ് കിളി, പക്ഷി എന്നൊക്കെ പറയുക. പക്ഷേ ഈ കിളിയുടെ ചിറകുകൾ അറ്റുപോയി, അതുകൊണ്ട് പാറാൻ സാധിക്കുന്നില്ല. കന്ന ജനാഹൈഹി ജുസ്സാലിമാ ജനാഫർത്തിഖാഇ ബിദൈനിൻ ഹിതാത്ത്. കന്ന ജനാഹൈഹി, ഈ പക്ഷിയുടെ രണ്ട് ചിറകുകളും ജുസ്സാ, ഛേദിക്കപ്പെട്ടതുപോലെയുണ്ട്. രണ്ട് ചിറകുകളും ഛേദിക്കപ്പെട്ടു. ലിമാജന, തെറ്റുകളുടെ കാരണത്താൽ, പാപങ്ങളുടെ കാരണത്താൽ ഈ പക്ഷിയുടെ രണ്ട് ചിറകുകളും അറ്റുപോയതുപോലെ, ഛേദിക്കപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ട് ഈ പക്ഷിക്ക് ഒരിക്കലും ഉന്നമനങ്ങളിലേക്ക് പറക്കാൻ സാധ്യമല്ല. ഈ പക്ഷിക്ക് നടക്കാനേ സാധ്യമാകൂ, ദൂരെയുള്ള ഉന്നമനങ്ങളിലേക്ക് പറക്കാൻ സാധ്യമല്ല, ആത്മലോകത്തേക്ക് പറക്കാൻ സാധ്യമല്ല, മദീനയിലേക്ക് പറന്നു വരാൻ സാധ്യമല്ല. ഫർത്തിഖാഇ, ഞാൻ ഉയരാൻ ശ്രമിക്കുന്നത്, ബിദൈനി,
ഈ രണ്ട് ഛേദിക്കപ്പെട്ട അറ്റുപോയ ചിറകുകളിലൂടെ ഞാൻ ഉയരാൻ ശ്രമിക്കുന്നത് ഇൻഹിത്വാൻ, അത് തനിച്ച പതനമായിരിക്കും, അത് വീഴലായിരിക്കും. ഞാൻ ഈ ഛേദിക്കപ്പെട്ട ചിറകുമായി ഞാൻ ആകാശത്തേക്ക് ഉയരാൻ ശ്രമിച്ചാൽ അത് തികച്ചും വീഴലാണ് അതുകൊണ്ടുണ്ടാവുക. وأنت محول كل الوجود قاسم آلائه باحتياط وأنت محول كل الوجود. ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങയോട് പറയാൻ പറ്റും. കാരണം അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ ട്രാൻസ്ഫോമറാണ്. അങ്ങ് അങ്ങ് മുഹവ്വിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അത് കുറേ കമ്പികളെ കൊണ്ടും വയറുകളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു കൂടാരം അങ്ങനെ ചിന്തിക്കണ്ട. ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി എന്നാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ട്രാൻസ്ഫർ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവൻ എന്നാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. കറണ്ടിൻ്റെ ട്രാൻസ്ഫോമർ അല്ല ഈ പറയുന്നത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അത് ഓർമ്മ വരുന്നവർക്ക് അതും ഇതും തമ്മിൽ ബന്ധമുണ്ട്. കാരണം അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികൾക്ക് നൽകപ്പെടാനുള്ള എല്ലാം അള്ളാഹു തആല നൽകുന്നത് അന്നൂറുൽ മുഹമ്മദി, ഹഖീഖത്തുൽ മുഹമ്മദിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഔലിയായി ആ മുത്തനബിയെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിശേഷണമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹവ്വിലു കുല്ലിൽ വുജൂദ്, പ്രപഞ്ചത്തിൻ്റെ ട്രാൻസ്ഫോമറാണ്. പ്രപഞ്ചത്തേക്ക്, ആ പ്രപഞ്ചം എന്ന് പറഞ്ഞതിൽ അള്ളാഹു അല്ലാത്ത എല്ലാവരും പെട്ടു, മുത്തനബി അല്ലാത്ത എല്ലാവരും പെട്ടു, അള്ളാഹു മുത്തനബി അല്ലാത്ത എല്ലാവരും പെട്ടു. ആർക്ക് എന്ത് അറിവാവട്ടെ, അത് മഅരിഫത്താവട്ടെ, സമ്പത്താവട്ടെ, റിസ്ക് ആവട്ടെ, എന്ത് ലഭിക്കണമെങ്കിലും അതെല്ലാം വരുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അവർക്ക് നൽകപ്പെടേണ്ട മുഴുവൻ റഹ്മത്തുകളും, നൽകപ്പെടുന്നതൊക്കെ റഹ്മത്താണല്ലോ, എല്ലാ റഹ്മത്തുകളും നൽകപ്പെടാൻ ഉള്ള ആളായിട്ടാണ്, ട്രാൻസ്ഫോമറായിട്ടാണ് അങ്ങയെ നാം നിയോഗിച്ചത്. മുത്തനബിയെ പഠിച്ചപ്പോൾ തന്നെ നിയോഗമാണ്. മുത്തനബിയെ പഠിച്ച ഉടനെ നിയോഗമാണ്. അമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അത് 40 വയസ്സായതിന് ശേഷമുള്ള നിയോഗം എന്നാരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കളി. അതല്ല ഇതിൻ്റെ വിവക്ഷ. മറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ഉടൻ അള്ളാഹു നിയോഗിച്ചു. എല്ലാ റഹ്മത്തും നിങ്ങളിലൂടെ, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രപഞ്ചത്തെ പടക്കുന്നു, ആ പ്രപഞ്ചത്തിന് നൽകാനുള്ള സർവ്വതും നിങ്ങളിലൂടെ നാം നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഖാസിമു അലാഇഹി. അപ്പോൾ മുത്തനബിയെ സംബന്ധിച്ച് ട്രാൻസ്ഫോമർ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട. അത് മര്യാദക്കേടല്ലേ എന്ന് ചിന്തിക്കേണ്ട. അത് മര്യാദക്കേടാണ്. എന്തുകൊണ്ട്? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന ആ കൂടാരമല്ല നാം ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യുക നാം മുഹവ്വിൽ. ആ അറബി വാക്കിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കൂടെ? തഹ്വീൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, മുഹവ്വിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി. അപ്പോൾ അല്ലാഹു തആല വലിയ ഭാരമുള്ള ഡോസുള്ള റഹ്മത്ത് അള്ളാഹു മുത്തനബിയിലേക്ക് നൽകുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ ഡോസുള്ളത് ഓരോരുത്തരും അർഹിക്കുന്ന വിധത്തിൽ, ഓരോരുത്തർക്കും താങ്ങാൻ കഴിയുന്ന പവറിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖാസിമു അലാഇഹി, അതായത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, റഹ്മത്തുകൾ വിഹിദിക്കാനുള്ള വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹ്തിയാത്ത്, അതല്ലാഹു പറഞ്ഞിട്ട് ബിഹ്തിയാത്ത്, അത് സൂക്ഷ്മതയോടെ ഓരോരുത്തർക്കും അവരർഹിക്കുന്ന അളവിൽ നൽകാനാണ് അള്ളാഹു തആല മുത്തനബിയോട് ആജ്ഞാപിച്ചത്. ഫജുദിലി, അങ്ങാണല്ലോ ട്രാൻസ്ഫോമർ, അതുകൊണ്ട് അവിടെ നിന്നാണല്ലോ എല്ലാം വരുന്നത്. അതുകൊണ്ട് ഫജുദിലി, നബിയെ അങ്ങ് എനിക്ക് തരണം. ബിനളറത്തി ലുത്ഫിൻ, അവിടുത്തെ കൃപയോടുകൂടെയുള്ള ഒരു നോട്ടം തരണം. എനിക്കത്ര ആവശ്യം. ഫജുദിലി ബിനളറത്തി ലുത്ഫിൻ, നബിയെ അങ്ങയുടെ
കൃപയോട് കൂടെയുള്ളൊരു നോട്ടം. മുത്തനബിയുടെ നോട്ടം എങ്ങനെ കിട്ടണം? കൃപയോട് കൂടെയുള്ള നോട്ടം കിട്ടണം. മുത്തനബി വെറുപ്പോടുകൂടെ നോക്കിയാൽ പോയി, കാഫറായി പോവും. മുത്തനബി വെറുപ്പോടുകൂടെ നോക്കിയാൽ അവിടുന്ന് കൃപയോട് കൂടെയുള്ളൊരു നോട്ടം എനിക്ക് തരണം. തകൂനു ജദ്ബി ഇലാ ത്വയ്ബത്തിൻ വർത്തിബാത്ത്. ആ നോട്ടം എനിക്ക് അങ്ങ് തന്നാൽ ആ നോട്ടം എന്നെ വലിച്ചു കൊണ്ടുപോകും ഇലാ ത്വയ്ബത്തിൻ, മദീനയിലേക്ക്. ആ നോട്ടം എനിക്ക് കിട്ടിയാൽ ഞാൻ മദീനയിലേക്ക് എത്തുന്ന ഉറപ്പാ. മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചൊല്ലിയതാണിത്. ആ നോട്ടം എനിക്ക് കിട്ടിയാൽ ഞാൻ മദീനയിലേക്ക് എത്തുന്ന എനിക്ക് ഉറപ്പാണ്. വസ്തിബാത്ത് മാത്രമല്ല, മദീനയിലേക്ക് എത്തുകയും മദീനയിലുള്ള മുത്തനബിയുമായി എനിക്ക് വലിയ ബന്ധമുണ്ടാവുമെന്നും എനിക്ക് ഉറപ്പാ ആ നോട്ടം കിട്ടിയാൽ. അതുകൊണ്ട് ആ നോട്ടമാണ് എനിക്ക് വേണ്ടത്. റജാഉ ഗുലാമിൻ ഹവിൻ ഖൽബുഹു ജനാബക കഹ്ഫൽ വറാ മിൻ വിറാത്ത്. നബിയെ, റജാഉ ഗുലാമിൻ, ഇതൊരു കുട്ടിയുടെ ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്, അഭിലാഷയാണ് അങ്ങയുടെ മുന്നിൽ വെച്ചത്. റജാഉ ഗുലാമിൻ, ഇത് ഒരു എളിയ കുട്ടിയുടെ ആഗ്രഹമാണ്, പ്രത്യാശയാണ്. ഹവിൻ ഖൽബുഹു ജനാബക, അങ്ങയെ അവൻ്റെ ഹൃദയം വല്ലാതെ ഇഷ്ടപ്പെടുന്നു, മഹബത്ത് വെക്കുന്നു. അങ്ങനത്തെ ഒരു ചെറിയവൻ്റെ ആഗ്രഹമാണ് നബിയെ. കഹ്ഫൽ വറാ, സൃഷ്ടികളുടെയൊക്കെ അഭയകേന്ദ്രമായ നബിയെ. മിൻ വിറാത്ത്, എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന്, വിനാശങ്ങളിൽ നിന്നും സൃഷ്ടികൾക്കുള്ള അഭയകേന്ദ്രമായ നബിയെ, അങ്ങ് ഈ പ്രതീക്ഷ പരിഗണിക്കണേന്ന് അതിൻ്റെ അർത്ഥം. കുല്ലി ഷഫീഅൻ ഹുനാ വഗദൻ ലിഅൽഖാക ഫീ ജന്നത്തിൻ ബിഗ്തിബാത്ത്. വകുല്ലി ഷഫീഅൻ, നബിയെ അങ്ങ് എനിക്ക് ശുപാർശ ചെയ്യുന്നവരാവണം. ഹുനാ, ഇവിടെ ദുനിയാവിൽ, വഗദൻ നാളെ മഹ്ശറിലും. ലിഅൽഖാക ഫീ ജന്നത്തിൻ ബിഗ്തിബാത്ത്, അങ്ങനെ അങ്ങയുടെ ഷഫാഅത്ത് കിട്ടിയാൽ മാത്രമേ. ലിഅൽഖാക ഫീ ജന്നത്തിൻ, അങ്ങയെ എനിക്ക് കാണാൻ വേണ്ടി. ഫീ ജന്നത്തിൻ, സ്വർഗത്തിൽ വെച്ച് അങ്ങയെ എനിക്ക് കാണാൻ വേണ്ടി. ബിഗ്തിബാത്ത്, സായുജ്യങ്ങളോടെ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ ദർശിക്കാൻ അങ്ങയുടെ ഷഫാഅത്ത് ഇവിടെയും അവിടെയും വേണം. വസല്ലി ഇലാഹി, എൻ്റെ ആരാധ്യനായ അല്ലാഹുവേ, നീ സ്വലാത്ത് ചെയ്യണമേ. അലൽ മുജ്തബ, സൃഷ്ടികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നിന്റെ പ്രകീർത്തനം നൽകണേ. വാ സ്വഹാബിഹി, അവിടുത്തെ സ്വഹാബത്തിനും. സുമ്മാഹിലിർ റിയാത്ത്, പിന്നെ അഹ്ലുൽ റിയാത്ത്, അഹ്ലുൽ കിസാ ആയ നബി കുടുംബക്കാർക്കും നബി കുടുംബത്തിനും. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.